ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സുറത്കൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഈ പരിസരം കണ്ടിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ലുക്കൊന്നുമില്ല അല്ലേ? ഒരു തനി നാടൻ ഗ്രാമപ്രദേശം. എന്നാൽ ഇത് മംഗലാപുരത്തെ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പോലെ തന്നെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കൊങ്കൺ റൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 26 കിലോമീറ്റർ മാറി മാംഗ്ലൂരിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള കൊങ്കൺ റൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ 22 ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ട്രെയിനിൽ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഒരാൾ വരുന്നുണ്ട്. അയാളെ പിക്ക് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. മറ്റാരുമല്ല, എൻ്റെ മകനാണ്. ബോംബെയിൽ നിന്ന് മാംഗ്ലൂർ ജംഗ്ഷൻ വരെ പോകുന്ന മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണിത് കേട്ടോ. ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വന്ന് നിന്ന് കഴിയുമ്പോൾ ചായ, കാപ്പി, പരിപ്പ് വട, ഉഴുന്നുവട, ബിരിയാണി, പൊറോട്ട, മുട്ട എന്നൊക്കെ പറഞ്ഞ് വിൽപ്പനക്കാരുടെ ഒരു ബഹളമില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? നോക്കിക്കേ, ഇവിടെ അങ്ങനെ ഒരു അനക്കമേ കാണാനില്ല. അതെന്തായിരിക്കും അതിനുള്ള കാരണം? ഒരുപക്ഷെ ഇനി അടുത്ത സ്റ്റോപ്പ് വരെ ഈ ട്രെയിൻ ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ടായിരിക്കുമോ? പക്ഷെ ഞങ്ങളിവിടെ അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരവും ഇങ്ങനെയുള്ള വിൽപ്പനക്കാരെ ആരെ ഇവിടെ കണ്ടില്ല. എന്നാൽ 1-2 കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ മോൻ എത്തിയിട്ടുണ്ട്. ബോംബെയിൽ നിന്നാണ് മോൻ യാത്ര തിരിച്ചത്. ബോംബെയിൽ മർച്ചന്റ് നേവിയിൽ അവൻ്റെ പാസിംഗ് ഔട്ട് പരേഡിനെ പറ്റിയുള്ള വീഡിയോയും ഞങ്ങൾ ബോംബെയിലേക്ക് നടത്തിയ യാത്രാ കാഴ്ചകളും മറാത്തി വെഡ്ഡിംഗ് കാഴ്ചകളും ഒക്കെ ഇതിനു മുന്നേ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ല എങ്കിലൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ ശരി, ബൈ.